ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നൊരു മണി സേവിങ്സ് ചലഞ്ച് ബോക്സിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്കിത് വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു, ഇങ്ങനെ ഒരു സേവിങ്സ് ചലഞ്ച് ബോക്സ് വാങ്ങിക്കണമെന്നുള്ളത്. അപ്പോൾ ഇവിടെയെങ്ങും അധികം എങ്ങും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഇതുപോലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് എന്നാൽ ഇത് കണ്ടതാണല്ലോ, വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ 100 ദിർഹംസ് അതിനകത്ത് ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അറിയാവുന്നവർ ഒന്നും മിണ്ടണ്ട, ഞങ്ങൾക്ക് ഇത് അറിയാമെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 500 ദിർഹംസാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത്. അത് 500 ദിർഹംസ് അല്ല, അതിൽ കൂടുതൽ സേവ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേങ്കിൽ നമുക്ക് ഇതിനകത്ത് എത്ര ദിർഹംസ് നമ്മൾ ഇട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് മാർക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 500 ദിർഹംസ് ഇട്ടിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാൻ പറ്റും. അങ്ങനെയാണ് ഇതിനകത്ത് ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ നിക്ഷേപിക്കാൻ പറ്റുന്നത് 100-ഉം, ഏറ്റവും കൂടുതൽ വെച്ചാൽ 500-ഉം 1000-ഉം ഒക്കെ ഇടാം കേട്ടോ. അങ്ങനെയല്ല, ഇപ്പം നമ്മുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് നമുക്ക് ഇടാൻ പറ്റും. പക്ഷേ എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് മാർക്ക് ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ 100-ഉം ഏറ്റവും കുറവ് 10-ഉമാണ്. അപ്പം നമ്മൾ 100-ആണ് നിക്ഷേപിക്കുന്നതെങ്കിൽ 100 നമുക്ക് മാർക്ക് ചെയ്യാം. ഇപ്പം 20 ആണെങ്കിൽ 20, 10 ആണെങ്കിൽ 10, നമുക്ക് അങ്ങനെ ഇടുന്നതിനനുസരിച്ച് ആ എഴുതിയേക്കുന്ന സംഖ്യകളും നമുക്ക് വെട്ടി പോകാം കേട്ടോ. കണ്ടില്ലേ, 100 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 100 വെട്ടാം. അല്ല, നമുക്ക് 20 ആണെങ്കിൽ ഇടുന്നെങ്കിൽ ആ 20 വെട്ടാം. അങ്ങനെ നമുക്ക് എത്രയാണോ ഇടാൻ പറ്റുന്നത് അത്രയും നമുക്ക് ഇതിനകത്ത് ഇടുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഇട്ട് വെട്ടി പോയിട്ട് ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് എത്രയാണ് 100ആണ് ഇനി വെട്ടാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100-ഉം വെട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ ബോക്സിനകത്ത് നിക്ഷേപിച്ച തുകയെന്ന് പറയുന്നത് 500 ദിർഹംസാണ്. അപ്പോൾ ഈ 500 ദിർഹംസ് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഒരു ലക്ഷത്തിന് മുകളിൽ നമുക്ക് ഇതിനകത്ത് നിക്ഷേപിക്കാൻ പറ്റും. അപ്പം നമുക്ക് അങ്ങനെ സേവിങ്സ് 1 ലക്ഷത്തിന് മുകളിൽ നമുക്ക് കൊണ്ടുപോകും. ഇപ്പം നമ്മളിത് നാട്ടിൽ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ദിർഹംസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം 100 വെച്ചിട്ട് അല്ലെങ്കിൽ 20 ഇട്ട് 10 ഇട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരിങ്ങനെ 100 രൂപയിട്ട് 20 രൂപയിട്ട് 10 രൂപയിട്ട് അങ്ങനെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിനകത്തൊരു 5000 രൂപ ഇന്ത്യൻ മണി നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. അങ്ങനെയാണ്. അപ്പം ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. എന്തായാലും ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്ര നാൾ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കിട്ടുന്നവരും പറ്റുന്നവരും ഒക്കെ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കും സേവിങ്സൊക്കെ നല്ലതല്ലേ. അപ്പോൾ അങ്ങനെയാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്കും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പോൾ താങ്ക് യു.